ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാങ്കോലിലേക്കാണ്. ഇവിടെ സാര സ്മാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കാങ്കോൽ നിവാസികൾക്ക് ഷോപ്പിങ്ങിന്റെ ഒരു നവ്യാനുഭവം പകരുകയാണ് സാര സ്മാർട്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായാണ് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് പയ്യന്നൂരിലേക്ക് എത്തണമായിരുന്നു. ഇത്രയും വിപുലമായൊരു ഷോപ്പിംഗ് അനുഭവം കാങ്കോലിലെ ആളുകൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ 4 പതിറ്റാണ്ടായി KK സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഈ റോഡിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട്, സാര സ്മാർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് 4 പതിറ്റാണ്ടായി പാരമ്പര്യമുള്ള KK സ്റ്റോഴ്സ് ഉണ്ട്. അതിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് സാര സ്മാർട്ട്. അപ്പൊ സാര സ്മാർട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. കാങ്കോൽ ഒരു ചെറിയൊരു പട്ടണമെന്ന് പറയാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ അന്ന് ഈ സ്ഥാപനത്തിൻ്റെ കാസിയുടെ ഉപ്പ N. അബ്ദുള്ള 45 വർഷം മുമ്പാണ് KK സ്റ്റോർ എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചത്. അത് ഈ നാട്ടിലെ എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റിയ ഒറ്റ കടയായിരുന്നു അന്ന് 45 വർഷം മുമ്പ് അബ്ദുള്ള തുടങ്ങി വെച്ച സ്ഥാപനം. അത് പടിപടിയായി വളർന്ന് ഇന്നിപ്പോൾ കാങ്കോൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സാറാസ് എന്ന് പറയുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് തന്നെ പറയാം, മുഴുവൻ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാങ്കോലിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനമായി തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം, ഇതിൻ്റെ മുതലാളിയുടെ പെരുമാറ്റം, ഇതൊക്കെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു മഹിമ കൂട്ടുന്നത് എന്ന് സ്വന്തം അനുഭവത്തിൽ തന്നെ പറയാൻ പറ്റും. ഈ സാറാസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം കാസിയും അദ്ദേഹത്തിൻ്റെ 2 മക്കളായ ജംഷീറും ജസീലുമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ നടത്തിപ്പ്. എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന കാങ്കോട്ടിൻ്റെ ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ സ്ഥാപനം സർവോന്മുഖ പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജംസീറും ജസീലും നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇവിടെ സാറാസ് ആരംഭിച്ചു. എങ്ങനെയുണ്ട് കാങ്കോലിലെ ആളുകളുടെ ഒരു പ്രതികരണം? എത്രത്തോളം പ്രതികരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ ഉദ്ഘാടന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു നമ്മളോട്. കാരണം വെച്ചാൽ നമ്മളൊരു 10-40 വർഷമായി നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് KK സ്റ്റോർ എന്നുള്ള പേരിൽ. ഒരുപാട് പേര് നമ്മളോട് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു സ്ഥാപനം, അതായത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് ഈ ഷോപ്പിംഗ് അനുഭൂതിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്നത്തെ ഒരു ഉദ്ഘാടന സമയത്ത് ഉണ്ടായത്. കാരണം അത്രയും ആളുകൾ ഒരുപാട് മണിക്കൂറുകളും കാത്തു നിന്നിട്ടാണ് നമ്മൾ പരിപാടിക്ക് കാത്തു നിന്നിട്ട് നമ്മൾ സഹകരിച്ചത്. അപ്പോൾ എല്ലാവരും നമ്മളും ഒരു പ്രതീക്ഷയിലാണ്, നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അതെ, അപ്പോൾ ആളുകളുടെ ഒരു സപ്പോർട്ടാണ് ഈ ഇത്രയും 40 വർഷമായിട്ട് KK സ്റ്റോഴ്സിന്റെ മുന്നോട്ടുള്ള പ്രയാണം. അത് ഇവിടെയും അതുപോലെ തന്നെ ഉണ്ടാവും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. അതെ അതെ. എന്തൊക്കെ ഒരു തയ്യാറെടുപ്പുകളാണ് നടത്തിയത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകൾ, കാരണം ഓഫേഴ്സും അതൊക്കെ തേടിപ്പോകുന്ന ആളുകളാണ്. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് പറ്റുന്ന രീതിയിൽ വില കുറച്ച് കൊടുക്കാനുള്ള ഉദ്ദേശമാണുള്ളത്. നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഇനാഗുറൽ ആ സമയത്ത് നമുക്കൊരു അധികം ബുദ്ധിമുട്ടാവാൻ പാടില്ല എന്ന രീതിയിൽ വളരെ സൈലന്റ് ആയിട്ട് ഇപ്പം തന്നെ ഓഫേഴ്സും അതുപോലെ തന്നെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അഡ്വർടൈസ്മെന്റ് കൂടി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശം. അതെ, ഏറ്റവും നല്ല സാധനം ഏറ്റവും കുറഞ്ഞ വിലയിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലൊരു നല്ലൊരു ഷോപ്പിംഗ് അനുഭവം കൂടി അവർക്ക് പകരുക എന്നുള്ളതാണ്. അപ്പൊ വലിയ സന്തോഷം. മുന്നോട്ട് പോലുള്ള പ്രയാണവും ഏറ്റവും സക്സസ് ആവട്ടെ എന്ന് വളരെ ഹൃദയംഗമായിട്ട് ആശംസിക്കുകയാണ്.